എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെന്നിസൺ. വളരെ രുചികരമായ ഒരു മെറൈൻ ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. മുട്ടയുടെ വെള്ള 65 ഗ്രാം അഥവാ 2 മുട്ട. പഞ്ചസാര 100 ഗ്രാം. ആദ്യമായി വൃത്തിയുള്ള ഒരു എണ്ണമയമില്ലാത്ത പാത്രത്തിലേക്ക് മുട്ടയുടെ വെള്ളയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒരു ബീറ്ററിന്റെ സഹായത്താൽ പതപ്പിച്ച് തുടങ്ങുക. ഇതിലേക്ക് അളന്നെടുത്തിരിക്കുന്ന പഞ്ചസാരയിൽ നിന്നും ഓരോ ടേബിൾ സ്പൂൺ എന്ന ക്രമത്തിൽ മുഴുവൻ പഞ്ചസാരയും തീരുന്നതുവരെ ചേർത്ത് കൊടുത്ത് മെറൈൻ തയ്യാറാക്കുക. തുടർന്ന് 3 ml വാനില എസൻസ് ചേർത്ത് യോജിപ്പിക്കുക. ഈ കൂട്ടിന്റെ പരുവം വീഡിയോയിൽ കാണുന്നത് പോലെയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് അതിൽ ഒരു സ്റ്റാർ നോസിൽ കടത്തിയ ശേഷം തയ്യാറാക്കിയ മിശ്രിതം നിറയ്ക്കുക. തുടർന്ന് ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ മുറിച്ച് വെച്ച ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ പൈപ്പ് ചെയ്യുക. ഇത് വ്യത്യസ്ത നിറങ്ങളിൽ തയ്യാറാക്കുന്നതിനായി അല്പം ജെൽ ഫുഡ് കളർ എടുത്ത് പൈപ്പിംഗ് ബാഗിന്റെ ഉൾവശത്ത് ഒരു ബ്രഷിന്റെ സഹായത്തോടെ തേച്ചു കൊടുക്കുക. തുടർന്ന് പൈപ്പിംഗ് ബാഗ് നേരെയാക്കിയ ശേഷം നേരത്തെ മിശ്രിതം നിറച്ചതുപോലെ ചെയ്ത് പൈപ്പ് ചെയ്യുക. ഇത് ബേക്ക് ചെയ്യുന്നതിനായി ഓവന് 130 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്യുകയും തുടർന്ന് ബേക്കിങ്ങിന് ശേഷം 30 മിനിറ്റ് കൂടി ഓഫ് ചെയ്തിരിക്കുന്ന ഓവനിൽ ചെറിയ ചൂടിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്യുക. പുറത്തിറക്കിയ കുക്കീസ് ചൂട് മാറിയ ഉടൻ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിലാക്കി അടച്ച് സൂക്ഷിക്കേണ്ടതാണ്. വായു കടക്കുന്നതിനനുസരിച്ച് കുക്കീസ് തണുത്തു പോകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ വേഗം തന്നെ ഉപയോഗിച്ച് തീർക്കുന്നതായിരിക്കും ഉത്തമം. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു മെറൈൻ ബിസ്ക്കറ്റിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.